നമുക്ക് ഈ സാധനം പുറത്തോട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു 5 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ സാധനമാണിത്. അപ്പോൾ അന്ന് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അതിന് മുമ്പ് ഉണ്ടാക്കിയ സാധനമാണിത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊന്നും എൻ്റെ കയ്യിലില്ല, ആകെ 2 ഫോട്ടോ മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. അപ്പോൾ ഇതിനകത്ത് ആകെ കുറേ പണിയുണ്ട്. ഈ സാധനമൊക്കെ തുരുമ്പ് പിടിച്ചു പോയി. ഇത് ഞാൻ നൂൽക്കമ്പി വെച്ച് ഇങ്ങനെ കെട്ടിയുണ്ടാക്കിയായിരുന്നു ഇവിടെ. പിന്നെ കുറേ സ്ഥലത്തൊക്കെ അടർന്ന് പോയിട്ടുണ്ട്. ഇതൊക്കെ വിട്ടിരുന്ന സാധനമാണ്, കുടം പോലെയൊക്കെ അത് പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ തൊട്ടിയൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ സാധനമൊക്കെ പോയി. പിന്നെ കുറേ പെയിൻ്റൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ താഴേക്ക് പെയിൻ്റൊക്കെ പോയി, അതൊക്കെ ശരിയാക്കി എടുക്കണം. അപ്പോൾ കുറേ പൊടിയും സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആകെ മൊത്തം അലമ്പായി കിടക്കാം. നമുക്കൊന്ന് സെറ്റ് ചെയ്ത് റീപെയിൻറ്റ്, കുറച്ച് ഭാഗത്തേക്ക് റീപെയിൻറ്റ് ചെയ്തിട്ട് ഇവിടെയൊക്കെ പോയിട്ടുണ്ട്, അതൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ പൊടികളൊക്കെ ഒന്ന് തൂത്ത് ക്ലീനാക്കാം. എല്ലാം ക്ലീനാക്കാൻ ഒന്നും വേണ്ട, കുറച്ച് അങ്ങനെ ഇരിക്കുന്നതൊക്കെ നല്ലതാണ്. എന്നാലും കുറച്ചൊക്കെ നമുക്ക് ക്ലീനാക്കി എടുക്കാം. ഒരു ഉണങ്ങി ബ്രഷ് എടുത്തിട്ടേ ജസ്റ്റ് ഇങ്ങനെ ബ്രഷ് ചെയ്താൽ മതി. നമ്മളെ കുറച്ച് നന്നായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ സാധനം ഒരു 5 കൊല്ലമൊക്കെ ഇരിക്കും. 5 കൊല്ലം ഇരുന്നില്ല, ഒരു 3-4 കൊല്ലെങ്കിലും ഇരിക്കും. ഈ സാധനം ഒരു 5 കൊല്ലമായി. നമുക്ക് ഫുൾ പൊടി ക്രിസ്മസ് ടൈമേ റാപ്പ് ചെയ്ത് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഇത്രയും പൊടിയൊന്നും ഉണ്ടാവില്ല. ഞാനിത് വൺ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തൊരു പുൽക്കൂട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പുൽക്കൂട്ടം അത്. നമുക്ക് ഗുഹയുടെ അകത്തൊന്ന് ക്ലീൻ ആക്കാം. കുറച്ച് തെർമക്കോളിൻ്റെ സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു കുഞ്ഞി കുടം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സാധനം ഒരു സ്റ്റാച്ചുവിന് പറ്റിയൊരു അറ്റ്മോസ്ഫിയറായിട്ട് സെറ്റ് ചെയ്ത സാധനമാണിത്. സ്റ്റാച്ചു ഇതിൻ്റെ വെറൈറ്റി കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഡോറ് ഫോം ഷീറ്റ് വെച്ചിട്ടുണ്ടാക്കിയായിരുന്നേ. നമുക്ക് ഇതിനുള്ളിൽ കയറ്റി സെറ്റ് ചെയ്യാം. ലൈറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, നമുക്ക് കയറ്റി വെച്ച് നോക്കാം. അത് കത്തുമോ നോക്കണം, കത്തിയ ഭാഗ്യം. നമ്മളിങ്ങനത്തെ ഒരു ഡാർക്ക് യെല്ലോ ബ്രൗൺ ബ്ലാക്ക് മിക്സ് ആയിട്ട് കളറാണിത്. അപ്പോൾ അത് കൊടുത്താണ് നമ്മൾ ഫിനിഷ് ചെയ്യണം, ടച്ചപ്പ് ചെയ്യുന്നത്. നമ്മൾ വലിയ എല്ലായിടത്തും പെയിൻറ്റ് ചെയ്യണമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിടണുള്ളൂ. കാരണം ഇങ്ങനെ ഒരു പഴമയുള്ളൊരു ലുക്കാണ് എനിക്കിഷ്ടം. ഇത് കൊല്ലങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് വരും കേട്ടോ. ഇങ്ങനെ ഒരു പഴയ ലുക്കിലേക്ക് വരും. പുതിയതിനൊക്കെ ഇങ്ങനെ പഴയ ലുക്കാണ് കുറച്ചുകൂടി ഈ ഒരു സ്റ്റൈലിന് മാച്ച്. നമ്മളെല്ലാ വൈറ്റ് ആണ് സ്ഥലത്തും ഇങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ട്. ആ വൈറ്റ്നെസ് മാത്രം കളഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ ഈ കുടമില്ലേ, ഒരു കുഞ്ഞു കുടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ ഇരുന്ന സാധനമാണ്, അത് ഒടിഞ്ഞു പോകുന്നിട്ട് നമുക്കത് പിന്നെ സെറ്റ് ചെയ്യാം, ഗ്ലൂ ഗൺ വെച്ച് സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ കുഞ്ഞു ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുടം ഇങ്ങനെ എന്തൊരു സാധനം, പിന്നെ ഇവിടെ അഴയൊക്കെ ഉണ്ടായിരുന്നു. ഇത് അഴയാണ് പോയി, തുണി കിട്ടണുണ്ടോ. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനി ഉണ്ടല്ലോ ഇതിന് കുറച്ച് ഭംഗിയാക്കാൻ വേണ്ടി കുറച്ച് പൂപ്പലായില്ലേ, അന്ന് ഞാൻ പൂപ്പലായൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഇങ്ങനത്തെ കുറച്ച് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചെടികളൊക്കെ വെച്ചിരുന്നു. നമുക്ക് ചെറുതായിട്ട് വെക്കണുള്ളൂ പൂപ്പലായി, അധികം ഓവറാക്കാത്ത രീതിയിൽ വെച്ചോ. ആദ്യം എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. വലിയ കുഴപ്പമില്ല, നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നോക്കണം. പണ്ട് അന്ന് ചേട്ടാ അറക്കപ്പൊടിയുടെ സംഭവമാണ്, ഇതൊക്കെ സെറ്റായിട്ട് ഉറച്ചു പോയി അവിടെ. അതായത് ഒരു പൊങ്ങിക്കുള്ള ഇങ്ങനെ ഉറച്ചിരിക്കുക, ഇങ്ങനെ പരന്നിരിക്കുകയാണ്. അപ്പോൾ പൂപ്പല വയ്ക്കുമ്പോൾ കുറച്ച് ഭംഗിയായിരിക്കും.
ഈ പച്ചപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ നമുക്ക് ആ പൂപ്പില സെറ്റ് ചെയ്യാം. നമുക്ക് ഫ്രണ്ടിൽ കുറച്ചുണ്ട്, 2-3 സ്ഥലത്ത് വയ്ക്കാം. കുറച്ച് മേൽക്കൂരയിലിരിക്കട്ടെ. നമുക്ക് ഇങ്ങനത്തെ കുറച്ച് വേരിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇല്ലേ, അതിങ്ങനെ ചുമ്മാ കൊണ്ടു വയ്ക്കാം. ഒരു ഡീറ്റെയിലിങ് പോലെ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കണ പോലെയൊക്കെ. ഈ സാധനങ്ങളെ ചെറുതായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പറഞ്ഞു തരാണ്ട് നമ്മുടെ മേൽക്കൂര ഇവിടെ പോയിട്ടുണ്ട്. അവിടെ നമുക്ക് എന്തെങ്കിലും വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കൊരു മരത്തിൻ്റെ തൊലി ഇട്ടിട്ടുണ്ട്, ഈ സാധനം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ മുകളിലും കുറച്ച് വേരിൻ്റെ സാധനം കൊടുക്കാം. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുള്ളൂ, അതുകൊണ്ട് പൊക്കോളും. ഓക്കെ, നമ്മുടെ ഈ ലൈറ്റ് ഞാൻ കുറേ കൊല്ലം മുമ്പ് ചെയ്തതാണ്. അപ്പോൾ പോയിട്ടോ നോക്കാം, ആദ്യം കുത്തി നോക്കട്ടെ. ഭാഗ്യം ഉണ്ടെങ്കിൽ കത്തും. ഈ കത്തുള്ളല്ലോ, പോയി നോക്കണം. ആ ഇത് കത്തി. സെറ്റ്, കുഴപ്പമില്ല, സെറ്റായിട്ടുണ്ട്. ഇത് ഞാനേ ഇരുട്ടത്തിന് ഭയങ്കര എഫക്റ്റ്. ഞാൻ രാത്രി ഇതിൻ്റെ ഒരു ഫീൽ കാണിച്ചു തരാം. അതെ പൊക്കത്ത് വയ്ക്കാം, അപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും. നമ്മുടെ ഉള്ള സ്റ്റാച്ചു എന്ന് പറയുന്നത് എൻ്റെ കളക്ഷനിൽ ഫസ്റ്റ് സ്റ്റാച്ചു ഇതിന്. ഇതിനകത്ത് ഒരുപാട് നൈസ് ഫിഗേഴ്സ് ഉണ്ട് കേട്ടോ, അതായത് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. എനിക്കതുകൊണ്ട് ഈ സ്റ്റാച്ചു ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റാച്ചു ഇത് ബ്ലൂ കളറായിരുന്നേ, ഈ ഇങ്ങനെ ഫുൾ ബ്ലൂ ആയിരുന്നു. പിന്നെ ഞാൻ പെയിൻറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കിയെടുത്ത ഈ ഒരു പുൽക്കൂടിന് കറക്റ്റ് മാച്ച് ചെയ്ത സ്റ്റാച്ചു ആണിത്. അത് ഞാൻ ഈ സ്റ്റാച്ചു വെച്ചിട്ട് തന്നെയാണ് ഈ പുൽക്കൂടിന് സെറ്റ് ചെയ്തത് ഫുള്ള്. ഇതിന് പറ്റിയ ഓരോ സ്റ്റാച്ചുവിന് പറ്റിയ സിറ്റുവേഷൻസ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സ്റ്റാച്ചു ഉണ്ടോ, ഇതൊരു ആൾ ഉറങ്ങണ പോലത്തെ ഒരു സ്റ്റാച്ചു ആണ്. ഈ ഫിഗറിന് പറ്റിയൊരു ഏരിയ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആളിത് ഇവിടെ ഇങ്ങനെ കിടന്ന് ഉറങ്ങണ പോലെ ആണ് ഞാൻ സെറ്റ് ചെയ്തത്. അന്ന് ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ഏരിയ ആണിത്. പിന്നെ ഇതൊക്കെ ഇതൊരു അമ്മച്ചി, ഞാൻ പറഞ്ഞിട്ട് കുടം വെച്ചിട്ടുണ്ടെന്ന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു അമ്മച്ചി ഈ വീട്ടിൽ നിന്ന് വന്ന പോലെ ഇവിടെ നിന്നൊരു സ്റ്റാച്ചു ആണത്. അപ്പോൾ ഈ സ്റ്റാച്ചു ഇവിടെ പൊസിഷൻ എവിടെയാണ് നൈസല്ലേ. ഒന്ന് പശുവിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഏരിയ ഇതാട്ടാ. അതായത് പശു ഇവിടെ ഇങ്ങനെ ഇരുന്ന് പുല്ല് തിന്ന പോലെ ഒരു സെറ്റപ്പാണ് അന്ന് ഞാൻ ഉണ്ടാക്കിയത്. ഇട്ടിരിക്കട്ടെ. ഇവിടെ ഔസപ്പിതാവും അതാവും നല്ല വെയിറ്റിനുണ്ട് സാധനത്തിന്. ഇത് നമ്മൾ ഇതിനോട് വയ്ക്കാം. ഇത് നമ്മൾ ഉണ്ണീശോടെ ഈ പുല്ലുണ്ടല്ലോ, ഇത് മെറ്റലാണ്, മെറ്റൽ വെച്ചുള്ള സാധനം. ഇത് പിന്നെ നമ്മുടെ കഴുതുണ്ട്. കഴുതിനെ നമുക്ക് ഇവിടെ ഇട്ടെങ്കിൽ വയ്ക്കാം. പിന്നെ മാലാഖയാണിത്. മാലാഖേനെ ഞാനൊന്ന് ഇവിടെ കണ്ട് വെച്ചതെന്ന് തോന്നണേ. ഇവിടെയിട്ടെ. പിന്നെ 3 രാജാക്കന്മാർ. രാജാക്കന്മാരുടെ ഈ ഡ്രസ്സിങ്ങും ഈ കിരീടമൊക്കെ ഉണ്ടോ, ഇതൊക്കെ മെറ്റലാണ്. കിരീടം മെറ്റല. ഈ ഗിഫ്റ്റ് കണ്ടോ, അതൊക്കെ മെറ്റലാണ്. ഒരു പ്രത്യേക ടൈപ്പ് സംഭവമാണ്. അപ്പോൾ നമുക്ക് അതിവിടെ സെറ്റ് ചെയ്യാം. രാജാവിടെ പിന്നെ നമ്മളുള്ള ആട്ടിടയന്മാരെന്ന് പറയുന്നത് ഇവർ ഈ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയാൻ കയ്യിൽ വേണ്ട. അപ്പം അന്ന് ഇവർ മറ്റേ ആടിനെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മ്യൂസിക്കൊക്കെ വായിക്കണേ ആ ഒരു സെറ്റപ്പ്. അപ്പോൾ ഇവർ 2-3 പേരുണ്ട്. നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഒരാളെ താഴെ സെറ്റ് ചെയ്യാം.
ഒരാളെ നമുക്ക് മേളിലൂടെ എടുത്തിട്ട്. പിന്നെ നമ്മുടെ കയ്യിൽ കുഞ്ഞി ആടുകളുണ്ട് കേട്ടോ. ന്യൂട്ടിക്ക് ആടുകളാണ്. നമുക്ക് ഇവിടേക്കായിട്ട് വയ്ക്കാം. പിന്നെ അതിന് മേളിൽ വയ്ക്കുകയാണ് ഇരിക്കട്ടെ. പിന്നെ എൻ്റെ കയ്യിൽ വേറൊരു ചെറുതും കൂടി ഉണ്ട്. അതിന് പെയിൻറ്റ് ചെയ്തുള്ള ഇങ്ങനത്തെ കളറൊന്നും എല്ലാനും ഇതിനോട് പെയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് വയ്ക്കാം. അവിടെ ചെറിയ ആടും കൂടി ഉണ്ട്. അതിനും കൂടി ഇവിടെ എടുത്തും വയ്ക്കാം. ഒന്നും കാണാനില്ല, ഒരു കുഞ്ഞി സാധനം. ഇരിക്കട്ടെ. ഇനി കുറച്ച് അറക്കപ്പൊടി ഈ ഗുഹയുടെ സൈഡിലാക്കിയിട്ട് ഇടാം. ശരിക്കും ഉണ്ടല്ലോ ഈ പുൽക്കൂട് എന്ന് പറയുന്നത് ഒരു ചെറിയ സ്പേസ് ഉള്ളൂ. ചെറിയ സ്പേസിൽ കുറേ ക്യാരക്ടേഴ്സ്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ നേപ്പിൾ സ്റ്റൈൽ പുൽക്കൂട് എന്നൊക്കെ പറയുന്നത്. ഒരു കുഞ്ഞ് സ്പേസിൽ ഒരുപാട് ക്യാരക്ടേഴ്സിനെ നിറഞ്ഞു നിൽക്കും. അപ്പോൾ ആ ഒരു സെറ്റപ്പാണിത്. ഇവിടെ കിടന്നുറങ്ങുന്ന ആൾക്ക് കുടിക്കാനുള്ള കുടം പോലെ സംഭവമാണ് ഇവിടെ വെച്ചേക്കണേ. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ കയ്യിലുള്ള ഈ സ്റ്റാച്ചു അനുസരിച്ച് അവർക്ക് പറ്റിയൊരു അറ്റ്മോസ്ഫിയറും ഒരു ആംബിയൻസൊക്കെ ഒന്ന് സെറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഈ ചേച്ചി ഇവിടെ കൊടുക്കാൻ നിൽക്കണം. അതേപോലെ പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി വന്ന രാജാക്കന്മാർ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ 5 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ പുൽക്കൂട് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് പെയിൻറ്റും സംഭവമൊക്കെ ഒന്ന് ചെയ്ത് സംഭവം വെച്ചപ്പോഴേക്കും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അടിപൊളി സാധനമാണ്. അപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചു തരാം അകത്തുകൊണ്ടായിട്ട്. അത് ഏകദേശം വെയിറ്റ് ഉണ്ട് കേട്ടോ. ഒരു 10-25 കിലോ ഉണ്ടാവുമെന്ന് തോന്നണം. നമുക്ക് ലൈറ്റ് ഇട്ട് വെക്കാം. യെസ്, അതിനകത്ത് കുറേ ലൈറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും ലൈറ്റ് ഇട്ടാൻ കരുതിയിട്ട് കണ്ട. ഇവിടെ ഒരു എന്താ പറയുക, ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലത്തെ സംഭവമൊക്കെ ഉണ്ട് ഇവിടെ. അമ്മച്ചിയുടെ മൊത്തത്തിൽ ലൈറ്റ് ഉണ്ട് ഇവിടെ. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ ലൈറ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ഞാൻ ഡീറ്റെയിൽ ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. പിന്നെ ഇവിടെ കണ്ട ഞാൻ ആദ്യം നെരിപ്പോടിൽ, അതായത് വിറക് കത്തുന്ന പോലെ ഒരു റെഡ് ലൈറ്റ് ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞി കണ്ണിൽ കിടക്കണ പോലെ. എൻ്റെ ചുമ്മാ ഇങ്ങനെ വിറകുകളൊക്കെ വെച്ച് സെറ്റ് ചെയ്തത് ഈ സാധനം. പിന്നെ അത്യാവശ്യം ഉള്ളിലേക്ക് അവസരപ്പിതാണെങ്കിലും ഈ ലൈറ്റ് പുറത്ത് കാണുന്നുണ്ട്. നമുക്ക് ഈ ലൈറ്റ് ഇവിടെ കാണേണ്ടത് ജസ്റ്റ് ഹൈഡാക്കി പൊക്കി ഒരു ഇറുക്കിൽ വെച്ച് കുത്തിക്കാം.
അപ്പോൾ നമ്മുടെ പുൽക്കൂട് ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പുൽക്കൂട് ഇതാട്ടെ ഞാൻ ഉണ്ടാക്കിയാൽ ഇത്രയാണ് ഉണ്ടാക്കിയാൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ വേറെ ഒരുപാട് പുൽക്കൂട് അങ്ങനെ വീഡിയോസ് ഉണ്ട്. നമ്മൾ ഈ കുരം ഉണ്ടാക്കിയ പുൽക്കൂട് നമുക്ക് അടുത്തുള്ള ഉപയോഗിക്കാം. ഇങ്ങനെ കുറച്ച് മേക്കപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കൊല്ലം നമുക്ക് ഒരുപാട് കൊല്ലം വെക്കാൻ പറ്റും. ഇത് ഏകദേശം 5 കൊല്ലമല്ലേ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് പുൽക്കൂട് അങ്ങനെ വീഡിയോസ് ഉണ്ട്. എല്ലാം കണ്ടു നോക്കുക, ഇഷ്ടമുള്ളത് ഉണ്ടാക്കുക. പിന്നെ ഉണ്ടല്ലോ ഈ പുൽക്കൂടിൻ്റെ വീഡിയോ എൻ്റെ ഇല്ല, ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇല്ല. പിന്നെ അങ്ങനത്തെ ഒരു 5-6 പുൽക്കൂടുണ്ട് വീഡിയോസ് ഇല്ലാത്തത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വേറെ ആർട്ട് വർക്കുകളുടെ ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർട്ട് വർക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്യുക. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, ഈ പിൻ ചെയ്തിട്ടേക്കാം കമൻറ്റിലും പിന്നെ ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന പുൽക്കൂടിൻ്റെ വീഡിയോ ഒക്കെ എനിക്ക് ഫോട്ടോസ് എനിക്ക് അയച്ചു തരാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ കാണുമ്പോൾ ഒക്കെ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.